സിസ്റ്ററെ ഇപ്പൊ സംശയം തീർക്കാൻ പറ്റത്തില്ല, ഡോക്ടർ തിരക്കില്ല. ഒറ്റ സംശയമുള്ളൂ ഡോക്ടറെ ഒറ്റ സംശയമുള്ളൂ. എന്താ സംശയം? ഒരാൾക്ക് എത്ര പ്രാവശ്യം സിസേറിയൻ ചെയ്യാൻ പറ്റും? അതങ്ങനെ കൃത്യമായിട്ടൊരു നമ്പർ പറയാൻ പറ്റില്ല. ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും കോംപ്ലിക്കേഷൻസിന്റെ സാധ്യത കൂടിക്കൊണ്ടിരിക്കും. കോംപ്ലിക്കേഷൻസോ? കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. പ്രധാനമായിട്ടുള്ളത് പ്ലാസന്റൽ കോംപ്ലിക്കേഷൻസ് ആണ്. പ്ലാസന്റ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാതെ വന്ന് യൂട്രസ് തന്നെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ചുറ്റുപാടുമുള്ള അവയവങ്ങൾക്ക് ഇഞ്ചുറി വരാം. ബ്ലാഡർ, ബവല് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾക്ക് ഇഞ്ചുറി വരാം. ഫ്യൂച്ചറിൽ ക്രോണിക് പെൽവിക് പെയിൻ വരാം. അങ്ങനെ പല കോംപ്ലിക്കേഷൻസും വരാം. എന്നാ ശരി. അല്ല ഡോക്ടറെ, ഒരു കാര്യം കൂടെ, നമുക്ക് ഈ മൾട്ടിപ്പിൾ സിസേറിയന്റെ കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വഴിയൊന്നുമില്ലേ? അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിസേറിയൻ കഴിഞ്ഞ് നമ്മളൊരു 1.5 വർഷത്തിന് ശേഷമാണ് അടുത്ത ഗർഭിണി ആവുന്നതെങ്കിൽ നമുക്ക് വെജൈനൽ ഡെലിവറി അറ്റൻഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ വി ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.